നെക്സ്റ്റ് നമ്മൾ KPI കാർഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. KPI കാർഡ്സ് എന്ന് പറയുന്നത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. നമ്മൾ ഓൾറെഡി കാർഡ്സ് നോക്കിയതാണ്. കാർഡ്സിൽ ഒരൊറ്റ വാല്യൂ വരുന്നുള്ളൂ. ടോട്ടൽ റവന്യൂ അല്ലെങ്കിൽ ടോട്ടൽ ഓർഡേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡ്രാഗ് ചെയ്തിട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിന്റെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് കാർഡാണ് KPI കാർഡ് എന്ന് പറയുന്നത്. സാധാ കാർഡിനെ അപേക്ഷിച്ച് ഇതിൽ കുറച്ചും കൂടിയും എന്താ ഫീച്ചേഴ്സ് ഉണ്ട് ഈ KPI കാർഡ്സിൽ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രീവിയസ് മന്തിലെയും ഇപ്പോഴുള്ള ഒരു മന്തിലെയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അതായത് പ്രീവിയസ് മന്തിൽ നമ്മളുടെ സെയിൽസ് എത്രയായിരുന്നു, ഈ മന്തിൽ നമ്മളുടെ സെയിൽസ് എത്രയായിരുന്നു, അതായത് പ്രീവിയസ് മന്തിൽ നമ്മൾ അച്ചീവ് ചെയ്തതിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. അതായത് നമ്മളൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു KPI കാർഡ്സ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ വരുന്ന ഫീൽഡ്സ് ഏതാ നോക്കാം. ആക്ച്വൽ വാല്യൂ വരും, അതായത് നമ്മൾ ഇപ്പം അച്ചീവ് ചെയ്തിട്ടുള്ള ആ ഒരു വാല്യൂ. പിന്നെ ടാർഗറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താ, നമ്മളുടെ ആ ഒരു ഗോൾ എത്രയാണ്, നമ്മൾ എത്രയാണ് അച്ചീവ് ചെയ്യേണ്ടത്. അപ്പം ഇതിന്റെ ബേസിലായിരിക്കും അത് കാണുന്നത്. ആക്ച്വൽ വാല്യൂ നമ്മൾ ടാർഗറ്റ് വാല്യൂവിനേക്കാളും അച്ചീവ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ടാർഗറ്റ് വാല്യൂവിനേക്കാളും കുറവാണോ എന്ന് നോക്കാം. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ടാർഗറ്റ് വാല്യൂവിനേക്കാളും കൂടുതലാണ് നമ്മൾ അച്ചീവ് ചെയ്തതെങ്കിൽ അവിടെ വ്യത്യാസം ഉണ്ടാവും. കണ്ടോ, ഇപ്പൊ ഈ രണ്ട് കാർഡ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ആദ്യത്തെ കാർഡ് എന്താ ഒരു ബ്ലാക്ക് ഇങ്കിലാണ് കൊടുത്തിരിക്കുന്നത്, സൈഡിൽ ഒരു ഐക്കൺ കാണാം. അപ്പൊ ഇങ്ങനെ ഒരു ഐക്കൺ ആണ് വരുന്നതെങ്കിൽ നമ്മൾ പ്രീവിയസ് മന്തിനേക്കാളും ഈ പ്രാവശ്യം നമ്മൾ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, പ്രീവിയസ് മന്തിൽ എത്രയാ 1.77 മില്യൺ ആണ് കിടക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ അച്ചീവ് ചെയ്തത് എത്രയാ 1.83 ആണ്. അപ്പം അവിടെ ഒരു എന്താ ഇൻക്രീസ് ചെയ്തിട്ടില്ലേ വാല്യൂ. അപ്പൊ അതെന്താ നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഐക്കൺ അവിടെ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് നോക്കുകയാണെങ്കിൽ എന്താ, പ്രീവിയസ് മന്ത് എന്ന് പറയുന്നത് 2165 ആണ്. പക്ഷെ നമ്മൾ ഇപ്പൊ അച്ചീവ് ചെയ്തിരിക്കുന്നത് എത്രയാണ്, 2146 ആണ്. അപ്പൊ അവിടെ കുറവല്ലേ, പ്രീവിയസ് മന്തിനേക്കാളും കുറവാണ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പം അവിടെ എന്താ, നമ്മൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് അവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇത് റെഡ് എങ്കിലല്ലേ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് KPI കാർഡ്സ്. അപ്പൊ രണ്ട് ഫോർമാറ്റിലാണ് അത് നോക്കുന്നത്, ടാർഗറ്റ് അച്ചീവ് ചെയ്തതും അച്ചീവ് ചെയ്യാത്തതും. കണ്ടോ, ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമുക്ക് അങ്ങനെ ഐക്കൺസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രെൻഡ് ആണ് ഇവിടെ പറയുന്നത്. കണ്ടോ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ട്രെൻഡും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ KPI കാർഡ്സിൽ ഉണ്ടാവുക. ഇവിടെ നമ്മളോട് 3 KPI കാർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ആദ്യത്തേല് ടോട്ടൽ റവന്യൂവിന്റെ ബേസിലും. അപ്പം സാധാ കാർഡിൽ എന്താ ഒരൊറ്റ ഫീൽഡേ ഉണ്ടായുള്ളൂ. KPI കാർഡിലേക്ക് വരുമ്പോൾ 3 എണ്ണം ഉണ്ട്, വാല്യൂ, ട്രെൻഡ് ആക്സിസ്, ടാർഗറ്റ്. ഈ 3 എണ്ണവും നമ്മൾ അവിടെ വാല്യൂ കൊടുക്കണം. അപ്പം ഇവിടെ ആദ്യം വാല്യൂല് ടോട്ടൽ റവന്യൂ, ട്രെൻഡ് ആക്സിസ് സ്റ്റാർട്ട് ഓഫ് മന്ത്, ടാർഗറ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് മന്ത് റവന്യൂലാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ എന്താ നമ്മൾ ടോട്ടൽ ഓർഡേഴ്സും ടോട്ടൽ റിട്ടേൺസും അതുപോലെ തന്നെ കണ്ടുപിടിക്കണം. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർഡിന്റെ ഉള്ള KPI കാർഡിന്റെ ഉള്ള മീൻസ് ആ ഒരു ഫോണ്ടിന്റെ കളർ ചേഞ്ച് ചെയ്യുക, സൈസ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമാറ്റിലെ ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് അത് ഒരു കാർഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ അഡ്വാൻസ് വർക്ക്സ് എടുക്കാം. അതില് റിപ്പോർട്ട് വ്യൂവില് ഒരു KPI കാർഡ് ആദ്യം സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് KPI കാർഡ്. നെക്സ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, വാല്യൂവിന്റെ അവിടെ ടോട്ടൽ റവന്യൂ ആണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളവിടെ ടോട്ടൽ റവന്യൂ കൊടുക്കാം. ദെൻ ട്രെൻഡ് ആക്സിസിൽ എന്താ കൊടുക്കേണ്ടത്, സ്റ്റാർട്ട് ഓഫ് മന്ത് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, സ്റ്റാർട്ട് ഓഫ് മന്ത് കൊടുത്തു. ടാർഗറ്റ് എത്രയാണ്, പ്രീവിയസ് മന്തിലെ ടാർഗറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം പ്രീവിയസ് മന്ത് റവന്യൂ സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ പ്രീവിയസ് മന്ത് റവന്യൂ ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, മെഷർ ടേബിളിൽ പോവാ. മെഷർ ടേബിളില് ന്യൂ മെഷർ ക്രിയേറ്റ് ചെയ്യുക. അതിൽ പ്രീവിയസ് മന്ത് റവന്യൂ കണ്ടുപിടിക്കുക ആദ്യം.